കണ്ണമാലി ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പട്ടും താലി സമർപ്പണവും നടത്തി. പടിഞ്ഞാറൻ കൊച്ചിയിൽ കടലോരം തൊട്ടുരുമ്മിക്കിടക്കുന്ന അതിപുരാതന ക്ഷേത്രമായ കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ 13ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും പട്ടും താലി സമർപ്പണവും ഭക്തിനിർഭരമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രനടയിൽ ദേവീ പാരായണം, നവകലശാഭിഷേകം, നാരങ്ങ വിളക്ക് സമർപ്പണം, അനിഴം തൊടൽ, താലമെഴുന്നള്ളിപ്പ്, വിളക്കെഴുന്നള്ളിപ്പ്, ചെണ്ടമേളം, വിശേഷാൽ ദീപാരാധന തുടങ്ങി ആചാരാനുഷ്ഠാനങ്ങളായ ചടങ്ങുകളും നടന്നു. ക്ഷേത്രതന്ത്രി അരൂർ സന്തോഷ്, ക്ഷേത്ര മേൽശാന്തി ചന്ദ്രൂർ കണ്ണൻ ശോഭനം തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് കുമാരി സിദ്ധാർത്ഥൻ, ദേവസ്വം സെക്രട്ടറി കെ എ സുധീർ, ദേവസ്വം ഖജാൻജി കെ പി ബിനോയ്, ടി എ അനിൽകുമാർ, കെ എസ് സുകുമാരൻ, കെ എൻ മുരളീധരൻ, ടി വി രാജേഷ്, ലാലു തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തങ്ങളുടെ ഇഷ്ടദേവതയെ കണ്ടു തൊഴുത് വണങ്ങുവാൻ രാവിലെ മുതൽ ക്ഷേത്രമുറ്റത്തെത്തിയത്. ഭക്തജനങ്ങളെ കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ 13ാമത് പ്രതിഷ്ഠാ മഹോത്സവവും അനിഴം തൊഴൽ മഹോത്സവവുമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ മഹാഗണപതി ഹോമം നമ്മുടെ മേൽശാന്തിയായിട്ടുള്ള കണ്ണൻ ശാന്തിയുടെ നേതൃത്വത്തിൽ തുടർന്ന് തന്ത്രി ആചാര്യനായ സന്തോഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശപൂജയും കലശാഭിഷേകവും നടത്തി ദേവിയുടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് ദേവിക്ക് പട്ടുംതാലി സമർപ്പണം ഉണ്ടായിരിക്കും, നാരങ്ങ വിളക്ക് സമർപ്പണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭജന, താലം വരവ് എന്നീ ക്ഷേത്രടങ്ങളോടുകൂടി എല്ലാ മംഗളപൂജയോടുകൂടി കാര്യങ്ങളെല്ലാം ഇവിടെ പര്യവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.